മുസ്ലിമായി ജിന്നുമായി ഒരു പത്രപ്രവർത്തകന്റെ സംഭാഷണം, അത് സൗദി അറേബ്യയിലെ റാബിത്തത്തുൽ ആലമുൽ ഇസ്ലാമിന്റെ ജനറൽ പേഴ്സണൊക്കെ അതിന് എന്ത് ചെയ്തിട്ടുണ്ട്, അടിക്കുറിപ്പ് എഴുതി കൊടുത്തിട്ടുണ്ട്. ഗവൺമെന്റ് അംഗീകരിച്ച പുസ്തകം, ഒരു അന്ധവിശ്വാസം എന്നല്ല എന്നർത്ഥം, അത് പണ്ഡിതന്മാർ അംഗീകരിച്ച ഒരു പുസ്തകം. അദ്ദേഹം ഒരുപാട് സംഭവം പറയുന്നുണ്ട്. നമ്മൾ പെണ്ണുങ്ങളൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അയാൾ പറയുന്നത്, ഈ ഓടയിലേക്ക് നമ്മുടെ ഈ അഴുക്കുകളുള്ള കെട്ടി നിൽക്കുന്ന വെള്ളം, അഴുക്കുചാല് ഓവുചാലൊക്കെ ഉണ്ടല്ലോ, അവിടെ പിശാചുക്കൾ ഉണ്ടാവും, പിശാചുക്കളുടെ ജനിച്ച കുട്ടികൾ അവിടെ ഉണ്ടാവും. മുസ്തഫ കഞ്ചൂർ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, നിങ്ങൾ ഇത് ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കണം, മനുഷ്യർക്ക് അറിയിച്ചു കൊടുക്കണം. അപ്പൊ തിളച്ച വെള്ളം നിങ്ങൾ ഈ ഓടയിലേക്ക് ഒഴിച്ച, അപ്പൊ വാഷ് ബേസിനിലൊക്കെ കിച്ചണിലൊക്കെ തിളച്ച വെള്ളം ഒഴിക്കുന്ന സമയത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നോ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്നോ പറയാതെ തിളച്ച വെള്ളം ഒഴിക്കരുത്. എങ്ങാനും ഈ പിശാചിന്റെ കുട്ടികൾ മരിക്കാൻ ഇത് ഇടയായി കഴിഞ്ഞാൽ അവർ ഈ ഒഴിച്ച ആളെ ഉപദ്രവിക്കുമെന്നും അവർക്ക് ശല്യം ഉണ്ടാക്കുമെന്നും എന്നൊക്കെ ഈ മുസ്തഫ കഞ്ചൂർ പറയുന്നുണ്ട്. അത് ഭയങ്കര രസകരമായ പുസ്തകം. മുഴുവൻ പറഞ്ഞ ഞങ്ങളൊന്നും ഉറങ്ങൂല പേടിച്ചിട്ട്. ബർമുഡ ട്രയാങ്കിൾ, അവിടുത്തെ ഏറ്റവും വലിയ മിസ്റ്ററി എന്ന് പറയുന്നത്, അവിടുത്തെ നിഗൂഢത, ഇബ്ലീസിന്റെയും അവന്റെ ആളുകളുടെയും ആസ്ഥാനം ബർമുഡ ട്രയാങ്കിൾ ആണെന്ന്. അതുകൊണ്ട് അവിടെ ഏത് ഫ്ലൈറ്റോ ഏത് കപ്പലോ അള്ളാഹുവിന് ദിക്ർ ചൊല്ലാതെയോ ഖുർആൻ ഓതാതെയോ കടന്നുപോയ അവർ പിടിച്ചു വെക്കുന്നതാണ്. ഇപ്പൊ മുസ്തഫ കഞ്ചൂർ പറയുന്നുണ്ട്, അമേരിക്കൻകാരും ഫ്രഞ്ചുകാരും ജർമ്മൻകാരും ഒക്കെ അവിടുത്തെ നിഗൂഢതയെ കണ്ടെത്താൻ വേണ്ടി പരിശ്രമിക്കുന്നുണ്ട്. ഇതവർക്ക് കണ്ടെത്താൻ പറ്റുന്ന